CPM-ന്റെ ഭീഷണി ഇക്കാലത്ത് വില പോവില്ലെന്നാണ് PK ബഷീർ MLA. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പെരിന്തൽമണ്ണയിൽ UDF സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ബഷീർ MLA. വയനാട് ദുരന്തമുണ്ടായപ്പോൾ മനുഷ്യത്വവും ധാർമ്മികവും ഭരണഘടനാപരവുമായ ബാധ്യത കേന്ദ്ര സർക്കാർ നിറവേറ്റിയില്ലെന്ന് കൽപ്പറ്റ MLA T സിദ്ദിഖ് പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ അസൂയാവഹമായ വിദ്യാഭ്യാസ സാമൂഹിക സേവന പദ്ധതികൾ നടപ്പാക്കിയ നജീബ് കാന്തപുരം MLA-യുടെ ജനസമ്മതിയിൽ ഭയപ്പെട്ട് CPM സമരാഭാസം നടത്തുകയാണെന്ന് PK ബഷീർ MLA ആരോപിച്ചു. CPM-ന്റെ ഭീഷണി ഇക്കാലത്ത് വിലപോകില്ലെന്നും CPM-കാർ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് ഓശാന പാടുന്നവരായി മാറിയെന്നും PK ബഷീർ MLA പറഞ്ഞു. നിങ്ങൾ ആരെ ഈ പേടിപ്പിച്ചത്? എനിക്ക് മാർക്സിസ്റ്റുകാരോട് ചോദിച്ചത്, നിങ്ങൾ ആരെ പേടിപ്പിച്ചത്? നിങ്ങൾ ആ പഴയ അക്രമമൊക്കെ ഉണ്ടല്ലോ, അത് അതേ അർത്ഥത്തിൽ അടിക്കടിയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ തയ്യാറ്. ഒരു ഇഞ്ച് നിങ്ങളോട് പറയില്ല. ഇവിടെ പലർക്കും ഉണ്ടാകും, എന്തിനാ അങ്ങനെ പറയണ ഒന്ന് പറയണം നജീബേ, ഇവിടെ അങ്ങനെ വിചാരിക്കണ മാതിരിയൊന്നും നടക്കില്ല. സൂഫിയാക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ ചരിത്രം, ഉസ്മാൻ അറിയാം, ഇവിടെ ആൾക്കാർക്കൊക്കെ അറിയാം. ഇവിടെ ഇവര് ഇതിനേക്കാളും മുമ്പ് ഒരുപാട് ദുൽമ ഇവിടെ ചെയ്തേന്. അന്നൊക്കെ ഇതിനൊക്കെ നേരിട്ടിട്ട് തന്നെയാണ് UDF-ഉം കോൺഗ്രസും ലീഗൊക്കെ ശക്തമായി നിന്നത്. അല്ലാതെ ഇവരൊക്കെ എന്താ പറയുക, ഭീഷണിപ്പെടുത്തി പേടിപ്പിച്ച് കാര്യം നേടാന്നില്ല. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഇല്ല. അതിന്റെ എല്ലാ ഇതും കഴിഞ്ഞിട്ട് ഒരു പല്ല് കൊഴിഞ്ഞ സിംഹം പോലെയാണ് ഇപ്പൊ അത്. പഴയ കമ്മ്യൂണിസ്റ്റ് അല്ല അത് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല. മുതലാളിത്തത്തിന്റെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് സിംഗിളി പാടുന്ന ഓശാന പാടുന്ന ഒരു പാർട്ടിയായിട്ട് CPM മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അസംബ്ലിയിലൊക്കെ അങ്ങനെ തൊള്ളി നോക്കിയല്ലേ, ആ ഗോവിന്ദ മാഷല്ലേ ഇങ്ങനെ പറഞ്ഞത്, എന്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് അല്ലേ ഉസ്മാനെ, എന്താ ഭാഷയിൽ പറഞ്ഞാല് ഞങ്ങളെ ക്ലാസ് എടുക്കല്ലേ, ആ ക്ലാസ് എടുത്തിട്ട് അയാൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് അത് വരുമ്പോൾ പിന്നീട് സോഷ്യലിസം വരും. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അറിയുള്ളൂ? 150 കൊല്ലം കഴിഞ്ഞിട്ട് കമ്മ്യൂണിസം പിന്നെ തിരിച്ചു വരും. ഞാൻ അസംബ്ലിയിലാണ് പറഞ്ഞത്. അതങ്ങനെ അണ്ണാക്ക് ഇങ്ങനെ തൊള്ളിക്ക് ഇങ്ങനെ നോക്കി നിൽക്കണം, ഇങ്ങനെ കഴിച്ചിങ്ങനെ അടിച്ചത്. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ഞാൻ ചോദിച്ചു. ഏത് പാർട്ടിയാണ് നിങ്ങള്? വയനാട് ദുരന്തത്തോട് മനുഷ്യത്വവും വൈകാരികവും ധാർമ്മികവും ഭരണഘടനാപരവുമായ സമീപനമല്ല കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് യോഗത്തിൽ സംസാരിച്ച T സിദ്ദിഖ് MLA പറഞ്ഞു. നിരന്തരമായ ഇടപെടലിന് ശേഷമാണ് ദേശീയ ഗവൺമെന്റ് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നാച്ചർ എന്ന് അംഗീകരിച്ചത്. അതിനുശേഷവും ഒരു അപകടം നടന്ന സ്ഥലം, ഒരു ദുരന്തം നടന്ന സ്ഥലം, ആ സ്ഥലത്തോട് മാനുഷികമായോ ഭരണപരമായോ ധാർമ്മികമായോ വൈകാരികമായോ പണം നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തെ ഗവൺമെന്റ് ഒരു കാലഘട്ടത്തിലും സ്വീകരിക്കാത്ത രീതിയിൽ അവർ പറഞ്ഞിരിക്കുന്നു, 529 കോടി രൂപ നിങ്ങൾക്ക് നൽകുമ്പോ ആ പണം മുഴുവൻ നിങ്ങൾ തിരിച്ചു നൽകിയിരിക്കണം എന്നുള്ള ഉപാധിയോടുകൂടി പണം തരുമ്പോ വയനാട്ടിലെ ജനങ്ങളും കേരളത്തിലെ ജനങ്ങളും രാജ്യത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ഭരണകൂടത്തിനുണ്ട്, നരേന്ദ്രമോദിക്കുണ്ട്. വയനാട് ദുരന്തം സംഭവിച്ച അന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് BJP-യോടൊപ്പം നിന്നതിൽ ഇപ്പോൾ ലജ്ജിക്കുന്നതായി സന്ദീപ് ജി വാര്യർ പറഞ്ഞു. അന്ന് പറന്നിറങ്ങി ഫോട്ടോഷൂട്ട് നടത്തി തിരിച്ചു പോയതിനപ്പുറം കേരളത്തിൽ നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നയാ പൈസയുടെ സഹായം ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല, BJP തയ്യാറായില്ല എന്ന് പറയുമ്പോൾ അന്ന് BJP-യുടെ ഭാഗമായിരുന്നതിൽ എനിക്ക് ലജ്ജ തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം വന്ന വാർത്ത കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. 500 ചില്ലാനും കോടി രൂപ കടമായി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. കടമായിട്ട് 1 മാസക്കാലത്തിനധികം ഈ പണം മുഴുവൻ ചെലവാക്കിക്കൊള്ളണമെന്ന് നിർബന്ധമുണ്ട്, നിബന്ധനയുണ്ട്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നിർബന്ധം, ഈ നിബന്ധന 500 കോടി രൂപ കൊടുത്തിട്ട് അത് വായ്പയാണ്, 1 മാസക്കാലത്തിലധികം അകം ചെലവാക്കണം എന്ന് പറയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ഒരേ ഒരു മനുഷ്യനെ ഈ കേരളത്തിലുണ്ടാവും. അയാളുടെ പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ്. കാരണം 500 കോടി റുപ്യ ചെലവാക്കുമ്പോൾ 1 മാസക്കാലത്തിനുള്ളിൽ ചെലവാക്കേണ്ടി വരുമ്പോ അതിന് കയ്യും കണക്കും ബോധിപ്പിക്കേണ്ടത് എവിടെയും കണക്കുണ്ടാവില്ല. 500 കോടി മൂപ്പർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വിനിയോഗിക്കാം. കേന്ദ്ര ബജറ്റിൽ കേരളം എന്ന പേര് ഇല്ലെന്നും സംസ്ഥാന ബജറ്റ് നടക്കാത്ത പ്രഖ്യാപനം മാത്രമാണെന്നും സന്ദീപ് ജി വാര്യർ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ ഈ അടുത്തൊരു ബജറ്റ് ഉണ്ടായി. കേരളം എന്നൊരു വാക്ക് പോലും കേന്ദ്ര ബജറ്റിലില്ല. കേരളം എന്നൊരു വാക്ക് പോലും ഇല്ല. ഏതാണ്ട് അതിന്റെ തനിയാവർത്തനം പോലെ കേരളത്തിൽ ഒരു ബജറ്റ് ഉണ്ടായി. കേരളത്തിൽ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ തോന്നുന്നത് ഉരുളക്കിഴങ്ങില്ലാത്ത മസാല ദോശ പോലെയാണ്. പേരിന് മസാല ദോശയാണ്, പക്ഷേ ഉള്ളിൽ മസാലയാണ്. സർക്കാരിന്റെ കയ്യിൽ പണം വേണ്ടേ? പ്രഖ്യാപനങ്ങൾ മാത്രം ബാക്കിയാണ്. കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച എന്തെങ്കിലും ഒരു കാര്യം കേരളം നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്?
ഞാൻ ചോദിക്കട്ടെ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി CPM ആണല്ലോ ഭരിക്കുന്നത്, LDF ഭരിക്കുന്നുണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ച എത്രയാ? 8500 കോടി. ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലെ CPM-ന്റെ ചെയർമാൻ ഇതേ വേദിയിൽ വന്ന് നെഞ്ചത്ത് കൈവച്ച് പറയട്ടെ, നിങ്ങൾക്ക് സംസ്ഥാന സർക്കാർ മാറ്റിവെച്ച തുകയുടെ 40% കിട്ടിയെന്ന് പെരിന്തൽമണ്ണയിലെ ജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് സാധിക്കും? 40%. നജീബ് കാന്തപുരം MLA, നാലകത്ത് സൂപ്പി, KPCC സെക്രട്ടറി വി ബാബുരാജ്, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് AK നാസർ, ജനറൽ സെക്രട്ടറി S അബ്ദുൽ സലാം, AK മുസ്തഫ, CK ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. ചമഞ്ഞൊരുങ്ങാം ചമയത്തിനൊപ്പം. ചമയം ടെക്സ്റ്റൈൽസ്, പെരിന്തൽമണ്ണ, മഞ്ചേരി.